ഓം നമസ്തേസ്തു മഹാമായി ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്രഗദാഹസ്തേ മഹാലക്ഷ്മീ നമോസ്തുതേ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ഗോപാലകൃഷ്ണ പണിക്കർ, പാലക്കാട് വിളയഞ്ഞാത്തന്നൂർ കളരി. നമ്മുടെ നിത്യജീവിതത്തിൽ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുന്ന പ്രയാസങ്ങൾ ഒട്ടനവധിയാണ്. ശാരീരികമായും മാനസികമായും തകർച്ചയിലേക്ക് കടബാധ്യതകൾ നമ്മെ നയിക്കാറുണ്ട്. കുടുംബജീവിതത്തിൻ്റെ സ്വസ്ഥത നശിക്കുവാനും പലപ്പോഴും ആത്മഹത്യയെക്കുറിച്ച് വരയ്ക്ക് ചിന്തിക്കാനും കടബാധ്യത വഴിയൊരുക്കാറുണ്ട്. സമൂഹത്തിൽ നമുക്കുള്ള മാന്യതയും എല്ലാം നഷ്ടപ്പെട്ട് വളരെയധികം ദുഃഖിതരായി ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയും കടബാധ്യതകൾ മൂലം ഉണ്ടാവാറുണ്ട്. കടം കാലനാണ് എന്നുള്ള ഒരു ചൊല്ല് തന്നെയുണ്ട്. ഇത്തരം സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നുള്ള വിമോചനത്തിന് ദൈവീകമായി ചെയ്യേണ്ട ഒരു പരിഹാരത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിത്യവും പ്രഭാത സമയത്ത് കുളിച്ച് ദേഹശുദ്ധി വരുത്തി പൂജാമുറിയിൽ ദീപം തെളിയിച്ച് മഹാലക്ഷ്മി മനസ്സുകൊണ്ട് നല്ലവണ്ണം പ്രാർത്ഥിക്കുക. മഹാവിഷ്ണുവിൻ്റെ ധർമ്മപത്നിയായ ഐശ്വര്യത്തിൻ്റെയും ധനത്തിൻ്റെയും അധിദേവതയായ മഹാലക്ഷ്മി മനമുരുകി പ്രാർത്ഥിക്കുന്നതിലൂടെ നമ്മുടെ സാമ്പത്തിക ബാധ്യതകൾ തീർച്ചയായും വിട്ടൊഴിയുകയും മേന്മകൾ നമുക്ക് കൈകൂടി വരികയും ചെയ്യും. ഓം ശ്രീ മഹാലക്ഷ്മി നമഃ. ഈ ഒരൊറ്റ ദിവ്യമായ മന്ത്രം മാത്രം മതി മഹാലക്ഷ്മി കടാക്ഷം നമ്മളിലേക്ക് വന്നണയുവാൻ. 108 തവണ നിത്യവും ജപിക്കുന്നത് വളരെയധികം ശ്രേയസ്കരമായിരിക്കും. അതിന് സമയവും സൗകര്യവും ലഭിക്കാത്തവർക്ക് ഏറ്റവും ചുരുങ്ങിയത് 41 തവണയെങ്കിലും ജപിക്കുന്നത് വളരെയധികം നല്ലതാണ്. 9 വെള്ളിയാഴ്ചകളിൽ സമീപത്തുള്ള ദേവീക്ഷേത്രത്തിൽ ഭഗവതിക്ക് നെയ്വിളക്ക്, ത്രിമധുരം, അർച്ചന, മഞ്ഞളഭിഷേകം എന്നിവ പ്രത്യേക വഴിപാടായി നടത്തുന്നതും അന്നേ ദിവസം ദേവീ സന്നിധിയിലിരുന്ന് മഹാലക്ഷ്മി സ്തോത്രങ്ങൾ ജപിക്കുന്നതും വളരെയധികം ശ്രേയസ്കരമാണ്. വെള്ളിയാഴ്ച ദിവസം ഗോക്കൾക്ക് തീറ്റ നൽകുന്നതും തുളസിക്ക് അന്നേ ദിവസം വെള്ളം നനച്ച് തുളസി പ്രദക്ഷിണം വെച്ച് ദീപം തെളിയിച്ച് ധനധാന്യാഭിവൃദ്ധിക്കായി തൊഴുതു പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിലൂടെ നമ്മുടെ കടബാധ്യതകളെല്ലാം തീർന്ന് സാമ്പത്തികമായിട്ടുള്ള ഉന്നതിയും ഐശ്വര്യവും തീർച്ചയായും വന്നു ചേരുന്നതാണ്. ഇപ്രകാരം എല്ലാവരും മനസ്സറിഞ്ഞ് ഭഗവതി പ്രാർത്ഥിച്ച് ചെയ്തു കൊള്ളുക. നിശ്ചയമായും ദേവി നമ്മിൽ പ്രസാദിച്ച് എല്ലാവിധ ദാരിദ്ര്യ ദുഃഖങ്ങളെയും തീർത്ത് സമസ്ത ഐശ്വര്യങ്ങളും നമുക്ക് നൽകുക തന്നെ ചെയ്യും. ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യർ ദാരിദ്ര്യം കൊണ്ട് വലഞ്ഞ ഒരു ഗൃഹത്തെ ഐശ്വര്യപൂർണമാക്കി തീർത്തത് മഹാലക്ഷ്മിയെ സ്തുതിച്ചുകൊണ്ട് മാത്രമാണ്. ആ മനഃശുദ്ധിയോടുകൂടി ഭഗവതിയെ ധ്യാനിച്ച് ഏതൊരു ഗൃഹത്തിലാണോ ദേവി പൂജിക്കുന്നത് തീർച്ചയായും ആ ഗൃഹം ഐശ്വര്യപൂർണമായി ഭവിക്കുക തന്നെ ചെയ്യും. എല്ലാവരും ധനത്തിൻ്റെ ദേവതയായ വിഷ്ണുവിൻ്റെ ധർമ്മപത്നിയായ മഹാലക്ഷ്മി നെഞ്ചിലേറ്റി ഭഗവതി ആരാധിച്ചു കൊള്ളുക. തീർച്ചയായും എല്ലാവിധ കടബാധ്യതകളിൽ നിന്നുള്ള വിമോചനവും ലഭിച്ച് സാമ്പത്തികമായ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും തീർച്ചയായും ലഭിക്കുക തന്നെ ചെയ്യും. എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹ കടാക്ഷം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഓം സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നന്ദി, നമസ്കാരം.